അസ്സലാമു അലൈക്കും. ആനുകാലിക വിഷയങ്ങളിലെ ചില ഇടപെടലുകൾക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ വലിയ പ്രോത്സാഹനവും പിന്തുണയും വലിയ പ്രചോദനവുമൊക്കെ കിട്ടുന്നുണ്ട്. ചില അവാർഡുകൾ എടുത്തു പറയേണ്ടതാണ്. ഷജറ, മരക്കുറ്റി, കമ്മ്യൂണിസ്റ്റ് ചാരൻ, സ്ലീപ്പിംഗ് സെൽ ഒരു സെല്ലിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ചിരിക്കുകയല്ലാതെ വേറെന്താ ഇതിനൊക്കെ പറയാം. ഇത് പുറത്ത് പറയാൻ പറ്റിയ കുറച്ചൊക്കെ സഭ്യം എന്ന് പറയാൻ പറ്റിയ വാക്കുകളാണ് പങ്കുവച്ചത്. ഇതല്ലാത്തത് വീഡിയോയുടെ കമൻസുകളിൽ കാണാൻ കഴിയും. അതിനപ്പുറമാണ് മറ്റു ചില മാധ്യമങ്ങളിലൂടെ വരുന്നത്. നമ്മുടെ ഷാജി സാഹിബ് പങ്കുവച്ചല്ലോ, ചിലരൊക്കെ അദ്ദേഹത്തെ മുട്ടം തെറി വിളിച്ചിരുന്നു. അതൊന്നും അല്ലാന്ന് തോന്നുക. കാരണം ശ്രോതാക്കളായ പലർക്കും വ്യക്തിബന്ധമില്ലാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ചില ഡയലോഗുകളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഒന്ന്, ഒരു തമിഴ്നാട്ടുകാരനാണ്, അതിൽ തന്നെ തമിഴാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഭാഷ. സുഹൃത്തുക്കളൊക്കെ തമിഴന്മാരായിരുന്നു ബഹുഭൂരിഭാഗവും. നിങ്ങൾ മലയാളികളൊക്കെ അണ്ണന്മാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുള്ള അങ്ങനെയുള്ള ഒരു ടീം. അവരുമായിട്ടുള്ള സമ്പർക്കം, അവിടെ പൊതുവെ ചില പദപ്രയോഗങ്ങളൊക്കെ അത് നേരെ മലയാളത്തിലേക്ക് വന്നാൽ വലിയ തെറിയായി മാറുന്ന, എന്നാൽ തമിഴന്മാർക്കിടയിൽ അതൊരു സൗഹൃദത്തിൻ്റെ ഭാഷയായി പ്രയോഗങ്ങളായി കൊണ്ടു നടക്കാറുള്ള ചില വാക്യങ്ങളും വചനങ്ങളുമൊക്കെയുണ്ട്. മലയാളികൾ പറയുന്നതിനേക്കാൾ നല്ല തെറികൾ അവിടുന്ന് കേൾക്കാൻ കഴിയും. നല്ല തെറികൾ എന്നത് അടിവരയിടേണ്ടതാണ്. പക്ഷേ ആ കാലത്ത് പഠന കാലയളവിലുള്ള സുഹൃത്തുക്കൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും കേൾക്കാത്ത പദപ്രയോഗങ്ങൾ, അതുപോലെ വൈകുന്നേരമായാലൊക്കെ നാട്ടുകാരായ പലരും, നാനാജാതി മതസ്ഥർ, കാര്യമായും തമിഴ് കൈകാര്യം ചെയ്യുന്ന തമിഴന്മാർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, ഞങ്ങളുടെയൊക്കെ ഏരിയകളിലുള്ള ആളുകൾ, മലയാളികളെ സംബന്ധിച്ച് നമ്മളൊക്കെ തമിഴന്മാരാണ്. അതിൽ പലരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതിനെ കുറിച്ചല്ല പറയുന്നത്, മദ്യപിക്കുന്ന കുറേ ആളുകളുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇംഗ്ലീഷുകൾ കുറേ വരും. ഇതുപോലെയുള്ള ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് അല്ല, അല്ലാത്ത ഇംഗ്ലീഷുകൾ കുറേ വരും. എന്നാൽ ആ മദ്യാസക്തിയുടെ ആ ലഹരിയിൽ പോലും അവരൊന്നും പ്രയോഗിച്ച് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത ചില പദപ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഐഡിയിൽ നിന്ന് വ്യക്തമാകുന്ന പേരുകളൊക്കെ കൗമിൻ്റെ പേരാണ്. അപ്പോൾ നല്ല സംസ്കാരം നമ്മളൊക്കെ ശീലിക്കേണ്ടതുണ്ട്. നമ്മളൊരു വിഷയം സംവദിക്കുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പ് മാന്യമായ ഭാഷയിൽ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. തെറിയഭിഷേകങ്ങളെ കൊണ്ട് ഒരിക്കലും വായ മൂടിക്കെട്ടാമെന്ന് ആരും കരുതേണ്ടതില്ല. അത് പറയാനുള്ളത്, ബോധ്യപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കും. അതിൽ വിയോജിപ്പുള്ളതുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ 100% സന്നദ്ധനാണ്. അത് സ്വാഗതാർഹവുമാണ്. ഒന്നതാ പറയാനുള്ളത്. മറ്റൊന്ന്, ഈ കമ്മ്യൂണിസ്റ്റ് ചാരൻ, കമ്മ്യൂണിസ്റ്റ് സ്ലീപ്പിംഗ് സെൽ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തമിഴ്നാട്ടുകാരനാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. തമിഴ്നാട്ടുകാരനായ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പുള്ള ഒരു പ്രവർത്തകനാണ്. അപ്പോൾ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ലീഗുകാരനായിക്കൊള്ളുന്നില്ല എന്നൊക്കെ പറയുന്ന ചില ഡയലോഗുകളും നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളോട് പറയുന്നത്, അത് മിത്രങ്ങളാണെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന, ഈ ശത്രുപക്ഷത്ത് നിർത്തി നമ്മളെയൊക്കെ ശത്രുപക്ഷത്ത് കാണുന്ന മലയാളികളാണെങ്കിലും പറയാനുള്ളത്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്
അവിടുത്തെ മുസ്ലിം ലീഗുകാരന് മലയാളിയുടെ, കേരളത്തിലെ മലയാളിയുടെ ആ വീറും വാശിയും ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്ന് ശാഠ്യം പിടിക്കരുത്. അതുണ്ടാവില്ല. കാരണം ഇവിടെ പച്ചയും ചുവപ്പും എന്ന് പറഞ്ഞാൽ പാമ്പും കീരിയും പോലെയാണ്. എന്നാൽ അവിടെ നേരെ ബോർഡർ കടന്ന് ചുരം കയറി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ അത് പിന്നെ എന്താ പറയുക, വെല്ലവും ശർക്കരയും പോലെയാണ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഇലക്ഷൻ പ്രചാരണ സന്ദർഭങ്ങളിൽ പിക്കറ്റിങ്, സമരങ്ങൾ, ധർണകളൊക്കെ നടക്കുന്ന നേരത്ത്, നമ്മുടെ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ അടക്കം വരുന്ന നേരത്തൊക്കെ സഖ്യകക്ഷികളായ ഈ പറയപ്പെട്ട പാർട്ടികളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന വേളയിലെല്ലാം നിങ്ങൾക്ക് കാണാം പച്ചയും ചുവപ്പുമൊക്കെ ഒരേ വട്ടത്തിൻ്റെ അകത്ത് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു തമിഴ്നാട്ടുകാരന് ചുവപ്പിനോട് കൂടുതൽ അലർജി ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ കമ്മ്യൂണിസം, ആ ഇസത്തെ പുൽകുന്നതിനോട് വ്യക്തമായ വിയോജിപ്പുണ്ട്. ഇസം മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇസത്തെ പുൽകിക്കൊണ്ടുള്ളതല്ലല്ലോ. അതുകൊണ്ട് അവിടെ പച്ചയും ചുവപ്പും ഒക്കെ ഒന്നായിരിക്കും. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരാളിൽ പച്ചയുടെ വേറും വാശിയും മലയാളി പ്രകടിപ്പിക്കും പോലെ ഉണ്ടാകണമെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണെന്ന് മാത്രമല്ല, അത് പ്രകടിപ്പിക്കാത്തതിൻ്റെ പേരിൽ ചില മാന്യമായ വിമർശനങ്ങൾ അത് ഉള്ളിലുള്ളവരോടാണെങ്കിലും പുറത്തുള്ളവരോടാണെങ്കിലും പ്രകടിപ്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് മാന്യമായ ഭാഷയിൽ പ്രകടിപ്പിക്കുമ്പോൾ വിരുദ്ധത, അതുപോലെ ചാരൻ, സ്ലീപ്പിംഗ് സെൽ എന്നും പറയുന്നതിനോടൊന്നും അത് അറിയാത്തവരായിരിക്കും. അതുകൊണ്ട് അവരോട് പങ്കുവെക്കുകയാണിത്. പിന്നെ നമുക്ക് ആ വേറും വാശിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സ്റ്റഡി ക്ലാസ്സുകളും മറ്റുമൊക്കെ കിട്ടണം. പാർട്ടിയെക്കുറിച്ച് പഠിക്കാനുള്ള സ്റ്റഡി ക്ലാസ്സുകൾ, അതുപോലെ കൂടുതൽ ആഴത്തിലറിയാനുള്ള പുസ്തകങ്ങൾ, പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമായ പത്രം, ഇതൊന്നും ഒരു കാര്യക്ഷമമായ നിലക്ക് ഞങ്ങളുടെ നാടുകളിൽ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം വളർന്നു വരുന്ന ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആഴത്തിൽ പാർട്ടിയുടെ ആ വേര് മുതൽ അതിൻ്റെ ആ വളർച്ച, അതിൻ്റെ ശിഖരങ്ങൾ പടർന്ന് പന്തലിച്ചത്, അതിൻ്റെ മുൻകഴിഞ്ഞ നേതാക്കൾ, ഇവയെക്കുറിച്ചൊന്നും ആധികാരികമായ അറിവുകളുള്ളവർ തുലോം വിരളമായിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത് തീവ്രത കുറയാനുള്ള കാരണം അവിടെ എല്ലാം ഒന്നാണ്. ഇനി ഇപ്പോൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ DMK-യുടെ ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിട്ടുള്ളത്. മറ്റു പാർട്ടികളോട് സഖ്യം പുലർത്താൻ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയാണല്ലോ. സാമുദായിക ഉന്നമനം ലക്ഷ്യം വെക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് അതിനോട് വിരുദ്ധതയും വിരോധവും വെച്ച് പുലർത്തുന്ന ആളുകളുമായിട്ട് സഖ്യത്തിലേർപ്പെടുക എന്നത് പ്രയാസമാണ്. എന്നാൽ പോലും പ്രാദേശികമായി ചില നേതാക്കളൊക്കെ പഞ്ചായത്ത് ഇലക്ഷനുകളിലും മറ്റുമൊക്കെ സഖ്യം കൂടുന്ന ഒരു രീതിയുമൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ജമാഅത്തിൻ്റെ ഇടപെടലൊക്കെ പറയുന്നത് പോലെ അതൊക്കെ കയറി വരുന്ന ഒരു സാഹചര്യമൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും ഇപ്പോൾ പത്രത്തിൻ്റെ പ്രസിദ്ധീകരണ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില നേതാക്കളൊക്കെ പലപ്പോഴായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്തെ വീരസ്യം വിളമ്പുക എന്നൊക്കെ പറയില്ല, വീരസ്യം വിളമ്പുക എന്ന് പറയും. പണ്ട് ഈ നാട്ടിൽ ഇത്ര കോപ്പി വന്നിരുന്നു, അത്ര കോപ്പി വന്നിരുന്നു എന്ന് പറയും. എന്നാൽ 100-100-നപ്പുറമൊക്കെ കോപ്പികളുടെ ആ ഒരു വലിയ വായിൽ കണക്ക് പറയുമ്പോൾ ഇന്ന് അതിൻ്റെ കോപ്പിയുടെ എണ്ണം എത്രയാണെന്നുള്ളത് അതൊരു രസമാണ്. അവിടെ ഒരു കോപ്പി, ഏജൻറ്റിന് ഒരു ഫ്രീ കോപ്പി വന്നാൽ അതായി. അപ്പോൾ അവിടുത്തെ ഒരു വളർച്ച പറയുകയാണ്. അതാണ് അവിടുത്തെ ഒരു വീറും വാശിയും എന്നൊക്കെ പറയുന്നത്. ഈ ക്യാമ്പയിനിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായാലായി. അപ്പോൾ ഇതാണ് മലയാളി സുഹൃത്തുക്കളായ ആളുകൾക്കറിയില്ല, ഒരു തമിഴ്നാട്ടുകാരൻ്റെ പാർട്ടിയോടുള്ള വിധേയത്വവും
അതിൻ്റെ വികാരവും അത് മലയാളിയോട് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്താണെങ്കിലും സമസ്തയെക്കുറിച്ച് ചെറുപ്രായം മുതൽ തന്നെ പഠിച്ചറിയാനും സമസ്തയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിനെ കുറിച്ച് മനസ്സിലാക്കാനും അങ്ങനെ ഈ പ്രസ്ഥാനത്തോട് സ്നേഹവും അടുപ്പവും ഇപ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആ ഒരു തലത്തിലേക്ക് വരെ എത്തിയതും അതുകൊണ്ടാണ്. സമസ്ത മുസ്ലിം ലീഗുകാരനാക്കിയ സമസ്തയുടെ ചാനലിൽ നിന്നുകൊണ്ട് മഹാനായ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന ദാർശനികനായ സൂഫി വര്യനെ കുറിച്ചുള്ള പഠനം കോളേജ് പഠനകാലത്താണ് മനസ്സിലാക്കുന്നത്. അതുപോലെ മഹാനായ ബാഫഖി തങ്ങളെക്കുറിച്ചും പൂക്കോയ തങ്ങളെക്കുറിച്ചും പാണക്കാട് സാദാത്യങ്ങളെക്കുറിച്ചും മർഹൂമീങ്ങൾ ഒരുപാടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനപരമായ പല സംഗതികളും പഠിക്കുന്നത് തുടർ പഠനാവശ്യാർത്ഥം പരിധി വിട്ടും കേരളത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. പിന്നെ നിലവിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങളുമൊക്കെയായിട്ട് കേരളവും മലയാളികളും അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങളുമായൊക്കെ കൂടുതൽ ബന്ധപ്പെടുന്ന ലീഡേഴ്സ് മലയാളികളുമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഏതാണെങ്കിലും സമസ്ത മനസ്സിലാക്കി തന്ന പഠിപ്പിച്ചു തന്ന ആ ചാനലിലൂടെയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതാണെങ്കിലും ഒരു തമിഴ്നാട്ടുകാരൻ്റെ ഉയർവും വാശിയും മലയാളിയോട് ഉപമിക്കുന്നത് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തെറിയഭിഷേകം ഇനിയും നടത്താൻ താല്പര്യമുള്ളവർക്ക് സുസ്വാഗതം. കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി ചില പഠനങ്ങൾ മനസ്സിലാക്കിയ ബോധ്യങ്ങൾ നിങ്ങളുമായി ഇനിയും ഇൻഷാ അല്ലാഹ് സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രാസ്ഥാനികമായ വിഷയങ്ങളും ആനുകാലിക വിഷയങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കും. ആക്ഷേപങ്ങൾക്കും തെറികൾക്കും ഒന്നും സീല് വെക്കാൻ സാധ്യമല്ല. വസ്തുനിഷ്ഠമായ ബോധ്യപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് മാന്യമായ ഭാഷയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് വേറെ ആ വിഷയത്തിൽ സഹതപിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞതായി സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ പറയുന്നവർ അങ്ങനെ പലതും പറയട്ടെ തങ്ങളെ, അവരുടെയൊക്കെ നന്മകൾ നമുക്ക് കിട്ടുമല്ലോ എന്ന്. ഈ വർത്താനം പറഞ്ഞിട്ട് ജിഫ്രി തങ്ങൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ കൂട്ടർക്കൊക്കെ വല്ല നന്മ ഉണ്ടോ ഇല്ല എന്നുള്ളത് അതും അറിയില്ല എന്ന്. അള്ളാഹു ആയാലും ഉണ്ടെങ്കിൽ അള്ളാഹു തരട്ടെ. അസ്സലാമു അലൈക്കും.